ഇന്ന് പത്രങ്ങളുടെയൊക്കെ ഹെഡ്ലൈനായി വന്ന ഒരു വാർത്തയുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് തോന്നുക. കാരണം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 1 മുതൽ 6 വരെ നോക്കുക. ഇന്ത്യയുടെ മാൽന്യൂട്രീഷൻ, അതായത് പോഷകാഹാര ദാരിദ്ര്യം, ഇന്ത്യയുടെ വളരെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ഇതാ അവസാന റൗണ്ട് 2023-24 ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട്, ഞാൻ ആ റിപ്പോർട്ട് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത്. റഫ്ലി 1 in every 3 Indian children still suffers from chronic undernutrition, അതായത് സ്റ്റണ്ടിങ്, ഷോയിങ് ദാറ്റ് ദ റേറ്റ് ഓഫ് ന്യൂട്രീഷണൽ ട്രാൻസിഷൻ നീഡ്സ് ആക്സിലറേഷൻ. അതായത് 3-1 കുട്ടി സ്റ്റണ്ടിങ്ങിന്, അതായത് മാൽന്യൂട്രീഷൻ, പോഷകാഹാര ദാരിദ്ര്യം മൂലം സ്റ്റണ്ടിങ്ങിന് വിധേയമാണ്. അതുകൊണ്ട് വലിയ തോതിൽ ന്യൂട്രീഷണൽ അപ്ഗ്രഡേഷൻ കുട്ടികളുടെ ഇടയിൽ ആവശ്യമാണ് എന്നാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം. ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 6th റൗണ്ട് മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ തരത്തിലായി പോകുന്നത് എന്ന്. ഇതാ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അതായത് ഓരോ വ്യക്തിയുടെയും നമുക്ക് റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പല അവകാശങ്ങളുണ്ടല്ലോ. അതുപോലെ ഒരു അവകാശമാണ് റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു സേഫ് ഫുഡ്, റൈറ്റ് ടു ന്യൂട്രീഷ്യസ് ഫുഡ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അടിവരയിടുന്ന കാര്യങ്ങളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അടിവരയിടുന്ന കാര്യങ്ങളാണ് റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഗുഡ് ഫുഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ബേസിസിലാണല്ലോ 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ പ്രസക്തി അറിയണമെങ്കിൽ ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നറിയാമോ? അതായത് UPA ഗവൺമെൻറ് ഇറങ്ങുന്നതിന് 1 വർഷം മുൻപ് 2014 വരെയായിരുന്നു UPAയുടെ 2 വട്ടത്തെ ഭരണം കണ്ടിന്യൂസ് ആയിട്ട്. ആ 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതായത് ഭക്ഷണം മനുഷ്യൻ്റെ ജന്മാവകാശമാണ് എന്ന് ഊന്നിപ്പറയുന്ന ആക്ട് പാസ്സാക്കിയത്. ആ ആക്ടിൽ പറയുന്നത് വലിയ പ്രതിസന്ധി സാഹചര്യം ഉണ്ടായാൽ, ഉദാഹരണം കോവിഡ്-19 നമ്മൾ അനുഭവിച്ചതാണ് ഭക്ഷ്യ പ്രതിസന്ധി എങ്ങനെയാണ് എന്ന്. കാരണം അതായത് ഒരു തരത്തിലുമുള്ള എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ലോക്ക്ഡൗൺ പോലെയുള്ള സാഹചര്യം, ഭക്ഷണം ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം, അതല്ലെങ്കിൽ പട്ടിണിക്ക് തുല്യമായ ഒരു സാഹചര്യം വരൾച്ച കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പകർച്ചവ്യാധി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന പക്ഷം, അപ്പോഴാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ പ്രസക്തി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അരിയ്, അതുപോലെ ഗോതമ്പ്, ആട്ട, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, എഡിബിൾ ഓയിൽ, അതായത് ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് ലഭ്യമാക്കണമെന്നുള്ളതാണ് ആ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ പ്രസക്തി തന്നെ. അതെ, ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2019-20 പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ വലിയ പ്രയോജനമാണ് ഉണ്ടായത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് 2ാം വരവ് വന്നത്. ഇങ്ങനെ കിട്ടിയ അരിയും ധാന്യങ്ങളും ഒന്നുമാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമായി മാറിയത് എന്ന് അവർ പുറത്തു പറഞ്ഞില്ല, ഒളിച്ചു വെച്ചു. പക്ഷേ സംഗതി അതായിരുന്നു. അത് കിറ്റാക്കി വീടാന്തരം ചെന്ന് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ജനങ്ങളൊക്കെ വലിയ തരത്തിൽ ആശ്വസിച്ചു. അങ്ങനെയാണ് 2ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വരവിന് കളമൊരുങ്ങിയത്. അതുപോട്ടെ, നമ്മളിപ്പോൾ ഈ ഉച്ചക്കഞ്ഞിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനുശേഷം വന്ന ഫാമിലി ഹെൽത്ത് സർവേ 2023-24 അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, അതിൻ്റെ റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3-1 കുട്ടി സ്റ്റണ്ടഡ് ആണ് എന്ന് വെച്ചാൽ വലിയ തോതിൽ പോഷകാഹാര ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നാണ്. ആ തരത്തിൽ വേണം നാം നമ്മുടെ സ്കൂൾ കുട്ടികളെ എല്ലായിടത്തും നോക്കിക്കാണാനായിട്ട്. കേരളവും വലിയ വ്യത്യസ്തമായ സാഹചര്യത്തിലൊന്നുമല്ല. കാരണം എവിടെ നിന്നെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡൊക്കെ അടിച്ച് നശിപ്പിച്ച
അരിയും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളെക്കാൾ മോശമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ ആയുരാരോഗ്യ ദൈർഘ്യവും അതുപോലെ ഇങ്ങനെ കിട്ടുന്ന പോഷക സമൃദ്ധിയും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിൽ എന്ന ന്യൂസിൽ എന്താണ് പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും കൂടിയാണ് ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് നൽകുന്നത്. അതായത് നമുക്കറിയാം LDF ഭരിച്ചിരുന്ന കാലത്ത്, അതായത് രണ്ടാം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രധാനാധ്യാപക തസ്തികയിൽ വരാൻ പ്രൊമോഷൻ കിട്ടി എപ്പോഴാണ് ഞാനൊന്ന് പ്രിൻസിപ്പലാകുന്നതെന്ന് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആകുന്ന ഹെഡ് മിസ്ട്രസ് ആകുന്നത് എന്ന് വിചാരിച്ച ഓരോ സ്കൂൾ ടീച്ചറും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പോലും പ്രധാനാധ്യാപക തസ്തികയിലേക്ക് വരാൻ ടീച്ചേഴ്സ് സന്നദ്ധരായിരുന്നില്ല. എന്താ കാരണം? അവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പലപ്പോഴും ടീച്ചേഴ്സ് സ്വന്തം പോക്കറ്റിൽ നിന്നോ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ പണം എടുക്കേണ്ടി വരും. അതെല്ലായ്പ്പോഴും പറ്റില്ലല്ലോ. അത് അധ്യാപകർ ഷെയർ ചെയ്താലും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ അധ്യാപക രക്ഷാകർതൃ സമിതിയെ വിളിച്ച് അവരുമായിട്ട് നടന്ന് പിരിവ് നടത്തി അങ്ങനെ പല തരത്തിലാണ് ഉച്ചക്കഞ്ഞി നടത്തിയിരുന്നത്. അത്ര ബുദ്ധിമുട്ടായിരുന്നു ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷെയർ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ആരും പ്രധാനാധ്യാപക തസ്തികയിലേക്ക് വരില്ലാതിരുന്നത്. അത് വലിയ പ്രതിസന്ധിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ UDF ഗവൺമെൻറ് ഭരണത്തിലെത്തിയെങ്കിലും ഖജനാവിൽ പണം കുറവാണ്. ഉള്ളത് കൊടുത്താലും അത് തികയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ കാരണം. എന്താണ്? വിലക്കയറ്റം. നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റം 5.78% നിൽക്കുകയാണ് ഭക്ഷ്യവിലക്കയറ്റം. പക്ഷേ കേരളത്തിൽ അതിനേക്കാളൊക്കെ 10 മടങ്ങായിരിക്കും സാധാരണ രീതിയിൽ ഭക്ഷ്യവിലക്കയറ്റം. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അരിയും എല്ലാ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അത് കാരണം കൊണ്ടാണ് ഇവിടെ വിലക്കയറ്റം പല മടങ്ങ് ഓൾ ഇന്ത്യ തലത്തിലെ വിലക്കയറ്റത്തേക്കാൾ പല മടങ്ങ് ഉയർന്നു നിൽക്കാൻ സാധ്യത കേരളത്തിൽ ഉണ്ടാകുന്നത്. എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഈ പോഷകാഹാര ദാരിദ്ര്യം എല്ലാ കാലഘട്ടത്തിലും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കേരളം ഒരു തീരുമാനം എടുത്തിരുന്നു നേരത്തെ തന്നെ. അതായത് ആഴ്ചയിൽ ഒരിക്കൽ 150 മില്ലി പാലും 1 മുട്ടയും ഓരോ കുട്ടിക്കും ലഭ്യമാക്കണം എന്ന്. ഇതാണ് നമ്മളിപ്പോൾ ഈ ഫാമിലി ഹെൽത്ത് സർവേ വെച്ച് നോക്കുമ്പോൾ ഒന്ന് കണക്കിലെടുക്കേണ്ടത്. അതായത് 150 മില്ലിഗ്രാം പാലും 1 കോഴിമുട്ടയും കൊടുത്താൽ ഇവരെ ഈ മാൽന്യൂട്രീഷൻ പോഷകാഹാര ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഒക്കുമോ? ഒരു കാരണവശാലും ഒക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കുട്ടിക്ക് ഒരു ദിവസം 1 കോഴിമുട്ടയെങ്കിലും കൊടുക്കാനുള്ള അവസരമുണ്ടാകണം. അതുപോലെ തന്നെ ഒരു ദിവസം 150 മില്ലിഗ്രാം പാലെങ്കിലും കൊടുക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിന് പകരം ആഴ്ചയിൽ ഒരിക്കൽ 5 ദിവസമാണല്ലോ സ്കൂളിൽ പോകുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ 150 ml പാലും 1 കോഴിമുട്ടയും കൊടുക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ലജ്ജാകരമാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ്, ഒരു ഗവേഷണ പ്രോജക്റ്റ് ചെയ്തിരുന്നു. ആ ഗവേഷണ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറി ഫാം, അതൊരു മൈക്രോ എൻ്റർപ്രൈസാണ്. കുടുംബശ്രീകൾ 10 കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് നടത്തുന്ന പല ഡയറി ഫാംസിലും ഞാൻ പോയി. ഒരുപാട് ഡയറി ഫാംസ് അങ്ങനെ ഞാൻ കണ്ടു. അപ്പം എല്ലായിടത്തു നിന്നും ചായ കുടിക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. ഒരു സ്ഥലത്ത് വെച്ച് ചായ കുടിക്കേണ്ട സമയത്താണ് അവിടെ ഇതിനായിട്ട് ചെല്ലുന്നത്. അപ്പം ഞങ്ങൾ കട്ടൻ ചായ ഇടട്ടെ എന്ന് ചോദിക്കുന്നു എന്നോട്. ഞാൻ ചോദിച്ചു, അയ്യോ അതെന്താ, നിങ്ങൾക്ക് ഡയറി ഫാമൊക്കെ ഉണ്ടായിട്ട് കട്ടൻ ചായയ്ക്ക് നിവൃത്തിയുള്ളോ? ടീച്ചറെ, ഞങ്ങൾ ആരും ഒരു തുള്ളി പാല് പോലും ഉപയോഗിക്കാറില്ല. ഞങ്ങൾ പാൽ ഉപയോഗിച്ചാൽ, ഞങ്ങൾ ഈ 10 കുടുംബക്കാർ പാൽ ഉപയോഗിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വിൽക്കാൻ പാല് കാണില്ല, പിന്നെ ഞങ്ങളുടെ ഡയറി ഫാം അടച്ചു പൂട്ടേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, ഡയറി ഫാം നടത്തുന്ന കുടുംബത്തിൽ പോലും പാല് അനുഭവിക്കാൻ ഒക്കുന്നില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ. ഒന്നാമത് പാലിന് നല്ല വിലയാണ് കേരളത്തിൽ. വിലയുണ്ടെന്ന് മാത്രവുമല്ല, ഈ കാണുന്ന വേഷം പോലെയല്ല. മലയാളികൾ ഒരുപാട് പേരും
പാലും മുട്ടയും ഒക്കെ വാങ്ങിക്കഴിക്കത്തക്ക സാമ്പത്തിക ശേഷിയിലൊന്നുമല്ല നടക്കുന്നത്. ഒന്നാമത് തൊഴിലില്ലായ്മയാണ് കാരണം. ഉള്ള തൊഴിൽ ചെയ്യാൻ അഭിമാനം അവരെ അനുവദിക്കുന്നില്ല. അതിന് ഉള്ള തൊഴിലൊക്കെ ആരാ ചെയ്തു പോകുന്നത്? നമുക്കറിയാം, ഒന്നാന്തരം കൂലിയും മേടിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് ഈ പറയപ്പെട്ട തൊഴിലുകൾ, ലഭ്യമായ തൊഴിലുകളെല്ലാം ചെയ്യുന്നത്. ഒന്നുകിൽ നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, തൊഴിലേതും അന്തസ്സുള്ളതാണ്, മാന്യമായ വേതനം കിട്ടുന്ന പക്ഷം എന്ന് നമ്മൾ പഠിപ്പിക്കണം. അതല്ലാത്ത പക്ഷം നമ്മൾ ഇവർക്കൊക്കെ ഇങ്ങനെ ഈ മാൽന്യൂട്രീഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരം കൊടുക്കാനുള്ള സാധ്യത കണ്ടെത്തണം. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ LPG സിലിണ്ടറിൻ്റെ വില തന്നെ ഒന്ന് ആലോചിക്കുക. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനായിട്ട് ഗ്യാസ് വേണമല്ലോ. 1800 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഈ വർഷം 2300 രൂപയുടെ മുകളിലായിട്ടുണ്ട് LPG സിലിണ്ടറിൻ്റെ വില തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു പാലിന് 6 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മുട്ടയ്ക്ക്. അതിപ്പോൾ പിന്നെ 8.5 രൂപയായി മാറി ഒരു മുട്ടയുടെ വില. അതുപോലെ തന്നെയാണ് പാലിൻ്റെ വിലയും. പാലിൻ്റെ വില ഈ അടുത്ത നാളിലാണ് വർദ്ധിപ്പിച്ചത്. അതായത് 60 രൂപയാണ് ഒരു ലിറ്റർ പാലിൻ്റെ വില. അപ്പോൾ അങ്ങനെ അതായത് 52 രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിൻ്റെ വില കഴിഞ്ഞ മാസം വരെയും. അതിപ്പോൾ 60 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വില വർധനവ് ഈ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം, പിന്നെ വെജിറ്റബിൾസിൻ്റെയും എല്ലാം, അരി മാത്രമാണ് സ്കൂളിലേക്കുള്ള പാചകത്തിന് കിട്ടുന്ന അരി മാത്രമാണ് ഫ്രീ ആയിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭ്യമാവുക. അപ്പോൾ ബാക്കിയെല്ലാം വില കൊടുത്ത് മേടിക്കണം. എല്ലാത്തിനും കേരളത്തിൽ ഉയർന്ന വിലയുമാണ്. അത്തരം സാഹചര്യത്തിൽ ഗവൺമെൻറ് ദയവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും കുട്ടികൾക്ക് ഓരോ മുട്ടയും ഒരു 150 ml പാലും കിട്ടത്തക്ക രീതിയിൽ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അനിവാര്യമായ ഒരാവശ്യം. ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ 5 വരെ ക്ലാസ്സുകളിൽ 6.19 രൂപ, 6 രൂപ 19 പൈസയും, 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ 9 രൂപ 29 പൈസയുമാണ് ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണത്തിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 9 രൂപ 29 പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഴിമുട്ട മേടിക്കാനുള്ള പൈസയേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് തരം താണിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. അങ്ങനെ ഇരിക്കെ ഈ 60% കേന്ദ്ര വിഹിതം പോലെ 60%, അതായത് കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ഒരുപോലെ ആക്കിക്കൊണ്ട് കുട്ടികൾക്ക് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു 150 ml പാലും അതുപോലെ തന്നെ ഓരോ കോഴിമുട്ടയും കൊടുക്കത്തക്ക രീതിയിലേക്ക് ഈ ഉച്ചഭക്ഷണ പരിപാടിയെ ഒന്ന് ഉയർത്തണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നമ്മൾ കണ്ടല്ലോ, ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തിയതുകൊണ്ടോ അങ്ങനെ ഒരു വലിയ വകുപ്പ് ഇത് പഠിച്ചത് കൊണ്ടോ മാത്രം ഒരു പ്രയോജനവുമില്ല. അവർ പഠിച്ച് പുറത്തു കൊണ്ടുവന്ന വസ്തുതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ഭരണരീതി മാറ്റുക എന്ന് വെച്ചാൽ ഈ കുട്ടികളോടുള്ള സമീപനം, അവർക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ആഹാരത്തിനോടുള്ള അപ്രോച്ച്, എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന തരത്തിലൊക്കെയുള്ള അതിനെ ഒന്ന് റീകാസ്റ്റ് ചെയ്ത് ഈ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാത്ത തരത്തിൽ അങ്ങനെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെ എടുക്കുന്നതിനുള്ള പ്രയോജനം ആർക്കാണ്? ഈ നാടിന് തന്നെയാണ്. ഈ നാടിൻ്റെ വളർച്ചയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരുടെ ഈ വളർച്ചയുടെ പ്രായത്തിൽ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെ ആയാൽ മാത്രമേ അവരുടെ ബൗദ്ധിക വളർച്ചയും ശാരീരിക വളർച്ച പോലും വേണ്ട രീതിയിൽ പുഷ്ടിപ്പെടുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉച്ചക്കഞ്ഞിയുടെ പണം ഒന്ന് റീകാസ്റ്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയൊക്കെ പത്രത്തിൽ കണ്ടു, ഒരു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു കുട്ടി അതിൻ്റെ വലത് സൈഡിലെ വിടവിലൂടെ പുറത്തേക്ക് വീഴുന്നു. വീണ ഉടൻ തന്നെ ഒരു ലോറി ആ കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങുന്നു. എന്തൊരു ഹൃദയഭേദകമായ കാഴ്ചയാണ് അത്. ആ കുട്ടി വളരെ മിടുക്കനോ മിടുക്കല്ലാത്തവനോ ആകട്ടെ, ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞിന് ഒരു അച്ഛനും അമ്മയുമുണ്ട്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്, ഒരു മനുഷ്യ കുഞ്ഞ്
ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയുടെ അവസ്ഥ അതാണൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇടപെട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോയിൽ ഇത്ര പേരെ പാടുള്ളൂ എന്ന് കർശന നിയന്ത്രണം കൊണ്ടുവരണം. അതുമാത്രവുമല്ല, അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു കാരണവശാലും കുട്ടികൾ താഴേക്ക് പുറത്തേക്ക് വീഴാതിരിക്കാനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരണം എന്നുകൂടി. അതായത് ഓട്ടോറിക്ഷയുടെ വലത് സൈഡിലും ഓട്ടോറിക്ഷയുടെ രണ്ട് സൈഡിലും ഉള്ള വിടവുകൾക്ക് കൃത്യമായിട്ട് ജനൽപ്പാളികൾ പോലെയുള്ള എന്തെങ്കിലും സംവിധാനം കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ കയറ്റാവൂ എന്ന ഒരു നിബന്ധന കൊണ്ടുവരണം. ആ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനിൽ തന്നെ ഇത്ര കുട്ടികളെ പാടുള്ളൂ എന്ന നിബന്ധനയും കൂടി കൊണ്ടുവന്ന് കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഈ കുട്ടികൾ, ഈ യുവജനത അങ്ങയെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ചത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതുപോലെയുള്ള ഇത് വളരെ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പലതരത്തിലും കുട്ടികളെ കുത്തി കയറ്റി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകൾ അപകടത്തിലാകുന്നതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ അപ്പോഴൊക്കെ ഇത് നിസ്സാരമായി തള്ളിക്കളയാണ്, 1-2 ദിവസത്തെ കാര്യം പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല വേണ്ടത്. താങ്കൾ ഇടപെട്ട് ഈ ഓട്ടോറിക്ഷകൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുക. അതായത് നമ്മൾ പ്രിയദർശിനി വഴിയായിട്ട്, പ്രിയദർശിനിയുടെ കഥയും അങ്ങേക്ക് അറിയാമല്ലോ, ഒരുപാട് പുരുഷന്മാർക്ക് പോലും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അവരോട് പൈസ മേടിക്കുന്നു. ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ട് പൈസ മേടിക്കാതിരിക്കുകയല്ല, പൈസ മേടിച്ചിട്ട് അത് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഷെയറിൽ പോകുമായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഇത്തരം ദുഷ്ചെയ്തികൾ ചെയ്യുന്നവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊക്കെ പ്രശ്നത്തിലാണ്. അവയുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം അതൊക്കെ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തീരുമാനിക്കും എന്നതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷേ ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ, ഇത്ര കുട്ടികളെ പാടുള്ളൂ, ഇത്ര സ്പീഡിലേ പോകാവൂ, അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസും അതുപോലെ എടുക്കാവുന്ന സ്പീഡും വളരെ കൃത്യതയോടെ കണിശമായിട്ട് അത് പാലിക്കാത്തവർക്ക് എതിരെ ശിക്ഷ നടപടി എടുക്കുമെന്ന് ഉറപ്പാക്കണം. അങ്ങനെ കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ ഫാമിലി ഹെൽത്ത് സർവേ 6 അനുസരിച്ച് മാൽന്യൂട്രീഷൻ, കുട്ടികളിലുള്ള മാൽന്യൂട്രീഷൻ, അത് കുട്ടികളിൽ മാത്രമല്ല സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെയുണ്ട്. പക്ഷേ കുട്ടികളിലെ മാൽന്യൂട്രീഷൻ എങ്കിലും ഇല്ലായ്മ ചെയ്യാനായിട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എൻ്റെ പ്രാർത്ഥന, അഭ്യർത്ഥന.